തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താനുള്ള CPM സംസ്ഥാന സമിതി തിരുവനന്തപുരത്ത് തുടരുകയാണ്. പരാജയം സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും പൊളിറ്റ് ബ്യൂറോയുടെയും വിലയിരുത്തലുകൾ സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നത് സംസ്ഥാന സമിതിയുടെ അജണ്ടയിലില്ല. എന്നാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനം വന്നാൽ PB അംഗങ്ങൾ യോഗം ചേർന്ന് സംസ്ഥാന സമിതിയിൽ നിർദ്ദേശം അവതരിപ്പിക്കാനാണ് ആലോചന. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായേക്കും. CPMന്റെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുള്ള പരാജയമാണ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. പാർട്ടി കോട്ടകളിൽ പോലും വലിയ തിരിച്ചടി CPMന് ഉണ്ടായി. ഇടതുമുന്നണിയും വലിയ പരാജയമാണ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഇത് ആഴത്തിലുള്ള പരിശോധന വേണമെന്ന് CPM പൊളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശമുണ്ട്. സാധാരണ നിലയിലുള്ള പരിശോധന പോരാ, വളരെ കൃത്യമായി പരാജയ കാരണങ്ങൾ കണ്ടെത്തണം, തിരിച്ചു വരാനുള്ള വഴികളും തേടണം. അത്തരം ചർച്ചകൾക്ക് വേണ്ടിയാണ് CPMന്റെ സംസ്ഥാന സമിതി യോഗം ഇന്ന് ആരംഭിച്ചത്. നാളെയും യോഗം തുടരും. പാർട്ടി കോട്ടകളിൽ കണ്ണൂരും കാസർഗോഡും അതുപോലെ തന്നെ ആലപ്പുഴ വിപ്ലവ ഭൂമിയിലും അതേപോലെ കൊല്ലത്ത് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ കൊല്ലത്തുമുണ്ടായ തിരിച്ചടിയാണ് CPM ഏറ്റവും വലിയ ആശങ്കയിൽ ആക്കുന്നത്. കണ്ണൂരിൽ പാർട്ടി നേതാക്കളുടെ ഇടപെടലുകൾക്കെതിരെ വലിയ പരാതികളുണ്ട്. പ്രത്യേകിച്ചും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് സ്ഥാനാർത്ഥി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളുമുണ്ട്. വലിയൊരു അടിയൊഴുക്ക് പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ ഉണ്ടായത് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്ന വിലയിരുത്തൽ CPMനുണ്ട്. അത്തരം കാര്യങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വരും. സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനമുയരാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലിയും സ്വജനപക്ഷപാത നിലപാടുകളും പലപ്പോഴും പ്രതിപക്ഷം അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നു. അത് ജനങ്ങൾ അത് വിശ്വാസത്തിലെടുത്തുവെന്ന വിമർശനം നേരത്തെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഉയർന്നു വന്നു. അഴിമതിയില്ലെങ്കിൽ പോലും സ്വജനപക്ഷപാത നിലപാടുകൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും സ്വീകരിക്കുന്നുവെന്ന വിമർശനം ജനം വിശ്വസിച്ചു എന്ന ഒരു ആശങ്കയാണ് CPM സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. അത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരും. പ്രതിപക്ഷ നേതാവ് ആരെന്ന കാര്യത്തിലും ഇന്ന് സംസ്ഥാന സമിതിയിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ പോലും ഒരുപക്ഷെ ചർച്ചയ്ക്ക് വന്നേക്കാം. സംസ്ഥാന നേതൃത്വത്തോട് തീരുമാനിക്കാൻ ആരെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന കാര്യം സംസ്ഥാന നേതൃത്വം തീരുമാനിക്കാനാണ് പൊളിറ്റ് ബ്യൂറോ നിർദ്ദേശം നൽകിയത്. ഇന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിച്ചാൽ അതിന് പിന്നാലെ സംസ്ഥാനത്തുള്ള PB അംഗങ്ങൾ യോഗം ചേർന്ന് നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിയിൽ വയ്ക്കും. അവിടെ നിന്നാകും അന്തിമ തീരുമാനമുണ്ടാവുക. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനാണ് സാധ്യത കൂടുതൽ. പിണറായി പിന്മാറുകയോ അല്ലെങ്കിൽ കടുത്ത എതിർപ്പ് സംസ്ഥാന കമ്മിറ്റി ഉയരുകയോ ചെയ്താൽ മാത്രമേ അതിനൊരു മാറ്റം വരികയുള്ളൂ. അങ്ങനെ വന്നാൽ KN ബാലഗോപാൽ പ്രതിപക്ഷ നേതാവാകും. അല്ലെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവും KN ബാലഗോപാൽ ഉപനേതാവുമാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.